ഹലോ ഗൈസ്, അട്ടപ്പാടിക്ക് ട്രിപ്പ് അടിച്ചാലോ? ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്ക് ആകുമ്പോൾ ചുരത്തി. ആ സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. 6 മണിയായ പിന്നെ ടീ ടൈം ആണ്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതോടെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ 4 ബൈക്ക് മേലെ വന്നിട്ടുണ്ടായിരുന്നു. സ്പെൻഡർ, സി ഡി ഡിലക്സ്, ഹൺഡ്രഡ്, യൂണിക്കോൺ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. 4 പറഞ്ഞിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ അത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചുരം കുറച്ച് കയറുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടി. അപ്പൊ എല്ലാവരും അവിടെ സൈഡാക്കി. പിന്നെ അവിടെ ഒരു പാറമ കയറിയിട്ട് ഇന്റെ ഒരു മെയിൻ ആവലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആനവണ്ടി പറന്ന് തന്നെ. പിന്നെ അവിടെ കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകാം. ഫ്രണ്ടിൽ യൂണിക്കോണും പിടച്ചു വരുന്നത് വേറെ ആരില്ല, നമ്മുടെ സ്വന്തം മുർഷിദാണ്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരത്തിലുള്ള മെയിൻ ഹൈലൈറ്റ് സ്പോട്ടിലെത്തി. മുർഷിദും ഞാനും പിന്നെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ പോകാം. പിന്നെ നമ്മൾ ഒരു അരുവിക്ക് ഒഴുകുന്ന ഒരു പാലം കണ്ടു. എന്തായാലും വെള്ളം കണ്ടല്ലോ, അപ്പൊ മുഖമൊക്കെ ഒന്നാണ് കഴുകി. ഇത് പിന്നെ ഞാനും ചെയ്യാനും ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്നു വരുന്നവരെ ആക്ട് ചെയ്തിട്ടൊരു വീഡിയോ എടുത്തു. എന്തൊക്കെ കാണണല്ലേ. പക്ഷേ ഈ സ്ഥലം നൈസ് സ്ഥലമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വീഡിയോഗ്രാഫർക്കും എഡിറ്റർക്കും പിന്നെ എന്തൊക്കെയോ കമ്മായ ഷിബുവിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എടുത്തെടുക്കലായിരുന്നു പരിപാടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. വല്ല ഹിഡൻ സ്പോട്ടും കിട്ടിയാലോ വിചാരിച്ച് കയറി നോക്കിയതാ. പക്ഷെ ഒരു ഹിഡനും കിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൻപുറത്തൂടെ പോകണമായിരിക്കും. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. അവസാനം അങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷൻ എത്തി. ഈ കാണുന്നത് ഒരു പാലായിരുന്നു. ഈ പാലം ഒരു ആഴ്ച മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്ന അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മയക്ക് പോയതാണ്. ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഒരു പ്ലാൻ ഇല്ലാതെ ഇറങ്ങിയതോട്ട് ഇനി എവിടേക്ക് പോകുന്നുള്ള പ്ലാനിലാണ് എല്ലാവരും. അവസാനം നമ്മൾ ജെല്ലിപ്പാറ പോകാൻ പ്ലാനായി. അങ്ങനെ പിന്നെ വണ്ടി എടുത്ത് കറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട്. ഒന്നും നോക്കിയാൽ നേരെ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കലില്ലല്ലോ, എന്താ തോന്നുന്നത് സ്പോട്ടിൽ ചെയ്യും. എന്തായാലും അവിടേക്ക് ഇറങ്ങിയത് മുതലായി നല്ല വൈബ് ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആവശ്യത്തിന് അപ്പുറത്തെ കല്ലുമ്മക്ക് എടുത്ത് ചാടുന്നത് പെട്ടു ഗൈസ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, രണ്ടാമതൊന്നും ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഈ കാട്ടിനുള്ളിലുള്ള വെള്ളച്ചാട്ടം നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ കഴിഞ്ഞപ്പോൾ നമ്മൾ ജെല്ലിപ്പാറിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. കുറച്ചാണ്ട് കയറിയപ്പോൾ എല്ലാവരും ഏകദേശം തീരുമാനിക്കണം ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ മലമുക്ക് കയറണം. സംഭവം കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഇതിന് മേലെ കയറിയാൽ നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. ഈ മല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അല്ലെങ്കിൽ വേണ്ട പറഞ്ഞാൽ ശരിയാവില്ല, അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ബോക്സിൽ ഒരു പാട്ടൊക്കെ വെച്ച് പ്രകൃതിയുടെ പച്ചപ്പും ഹരിതാപകരൊക്കെ ആസ്വദിച്ച് എല്ലാവരും അവിടെ ഇരുന്ന്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കേരളം. അവിടുത്തെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരാളൊരു 100 ആടിനെറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പൊ മറ്റൊരു വ്ളോഗായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ ഓക്കെ, ബൈ ഗായ്സ്.